നമസ്കാരം. വിവാദമായ പൂനെ പോർഷെ കാർ അപകടത്തിന് സമാനമായി മറ്റൊരു അപകടം കൂടി. മുംബൈയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ശിവസേന നേതാവിന്റെ മകൻ ഓടിച്ച ആഡംബര കാറിടിച്ചാണ് 45-കാരിയായ മുംബൈ സ്വദേശി കാവേരി നഖ്വ മരിച്ചത്. ഭർത്താവ് പൃഥ്വിക് നഖ്വയ്ക്കൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു കാവേരി. അമിത വേഗത്തിലെത്തിയ കാർ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടറിന് പിന്നിലിരുന്ന കാവേരി കാറിന്റെ ബോണറ്റിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. മഹാരാഷ്ട്ര പാൽഘർ ജില്ലയിലെ ശിവസേന ഷിൻഡെ വിഭാഗം നേതാവ് രാജേഷ് ഷായുടെ മകൻ 24-കാരനായ മിഹിർ ഷാ ഓടിച്ച കാറിടിച്ചാണ് സ്ത്രീ മരിച്ചത്. പ്രദീപ് പിന്നീട് പുറത്തേക്ക് തെറിച്ചെങ്കിലും കാവേരി കാറിനടിയിൽപ്പെട്ട് റോഡിലൂടെ നിറങ്ങി നീങ്ങി. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിന് പിന്നാലെ മിഹിർ ഷായുടെ പിതാവും പാൽഘർ ജില്ലയിലെ ശിവസേന ഷിൻഡെ വിഭാഗം ഉപനേതാവുമായ രാജേഷ് ഷായെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപകടത്തിന് കാരണമായ ആഡംബര കാർ രാജേഷിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. മുംബൈയിൽ മത്സ്യവില്പന നടത്തിവരുന്ന വർളിയിലെ കോളിവാട സ്വദേശികളായ ദമ്പതികൾ അടുത്ത ദിവസം വിൽക്കാൻ വേണ്ടി വരുന്ന മീൻ വാങ്ങാൻ സ്കൂട്ടറിലേക്ക് സസൂൺ ഡോക്കിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു അപകടം സംഭവിച്ചത്. ഞായറാഴ്ച പുലർച്ചെ വർളിയിലെ ദേശീയപാതയിലായിരുന്നു അപകടം നടന്നയുടൻ കാറിൽ പതിച്ചിരുന്ന ശിവസേനയുടെ സ്റ്റിക്കറും നമ്പർ പ്ലേറ്റും നീക്കാൻ ഇയാൾ തിരക്ക് കൂട്ടിയതായി ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്നു. തുടർന്ന് കാലാനഗറിൽ വാഹനം ഉപേക്ഷിച്ചു. കാമുകിയാണ് മിഹിറിനെ രക്ഷപ്പെടാൻ സഹായിച്ചതെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. പബിൽ നിന്ന് 4 സുഹൃത്തുക്കൾക്കൊപ്പം മിഹിർ ഇറങ്ങി വരുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അലക്ഷ്യമായി വാഹനമോടിക്കൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾക്ക് ഭാരതീയ ന്യായ സംഹിത വകുപ്പുകളും മോട്ടോർ വാഹന നിയമത്തിലെ വിവിധ വകുപ്പുകളും അനുസരിച്ച് മുംബൈ പോലീസ് കേസെടുത്തു. ശിവസേന നേതാവ് രാജേഷ് ഷായുടെ മകൻ മിഹിർ ഷാ സംഭവശേഷം ഒളിവിലാണ്. മിഹിർ ഷായാണ് കാർ ഓടിച്ചിരുന്നതെന്നും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള ഡ്രൈവർ രാജഋഷി ബിദാവർ ഒപ്പമുണ്ടായിരുന്നതായും പോലീസ് പറയുന്നു. അപകടശേഷം ബാദ്ര ഈസ്റ്റ് ഏരിയയിലെ കാലാനഗറിൽ ഈ വാഹനം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കാർ ബാദ്രയിൽ ഉപേക്ഷിച്ച് മിഹിർ ഓട്ടോറിക്ഷയിൽ രക്ഷപ്പെടുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. സംഭവ സമയം മിഹിർ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള മിഹിർ പിതാവിന്റെ ബിസിനസ് നോക്കി നടത്തുകയാണ് ചെയ്യുന്നത്. ശനിയാഴ്ച അർദ്ധരാത്രി അമിതമായി മദ്യപിച്ച മിഹിർ ഇതിനുശേഷം ഡ്രൈവറോട് ലോങ് ഡ്രൈവ് പോകണമെന്ന് പറഞ്ഞു. ജുഹുവിൽ നിന്ന് വർളി വരെ എത്തിയ ശേഷം സ്വയം ഡ്രൈവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മിഹിർ ഡ്രൈവിംഗ് സീറ്റിൽ കയറുകയായിരുന്നു. സംഭവം വളരെ ദൗർഭാഗ്യകരമാണെന്ന് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പ്രതികരിച്ചു. കുറ്റക്കാർ ആരായാലും അവർക്കെതിരെ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വാഹനം ഓടിച്ചയാളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം MLA ആദിത്യ താക്കറെ ആവശ്യപ്പെട്ടു.